നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവ് ആയുള്ള നല്ലൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ പുതിയൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 64 GB ആയാലും 128 GB ആയാലും 256 GB ആയാലും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് നന്നായിട്ട് തന്നെ കുറയുന്നതായിട്ടും ചിലപ്പോഴൊക്കെ സ്റ്റോറേജ് ഫുൾ ആവുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ മേടിച്ചപ്പോൾ 64 GB അല്ലെങ്കിൽ ഇത്രയും സ്റ്റോറേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് തീരെ സ്റ്റോറേജ് കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസിൻ്റെ ക്യാഷ് സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് കുറച്ചും കൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോണിൽ നല്ല സ്റ്റോറേജ് ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ ഫോണിൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ 2-3 ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ആവശ്യമില്ലാത്ത ഫയൽസൊക്കെ ഒരുപാട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ആകാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോഴെല്ലാം ഈ ഒരു ആവശ്യമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഡൗൺലോഡ് ചെയ്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരാഴ്ച കൂടുമ്പോഴായാലും മതി, എല്ലാ ആഴ്ചയും ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം നോക്കി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഇത് ട്രാഷിൽ പോയി കിടക്കും, അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ആവശ്യമില്ലാത്ത ഫയൽസ് നമ്മുടെ ഫോണിൽ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഫയൽസ്, ഫോട്ടോസ്, ഡീറ്റെയിൽസ്, ഡാറ്റ മൊത്തം നമ്മുടെ ഫോണിൽ നിന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിടുക. അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമ്മുടെ ഫോണിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫോണിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നീട് ഇതിങ്ങനെ ഫോണിൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. നിങ്ങൾ കേട്ടിട്ടുള്ള ടിപ്പ് തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ നമ്മുടെ ഫോണിലേക്ക് മൊത്തത്തിലുള്ള ഓൾ ആപ്സ് സെക്ഷൻ എടുത്ത് നോക്കിയിട്ട് ഏതൊക്കെ ആപ്പുകൾ നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിന് മുമ്പ് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ഡേറ്റ കൊടുത്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കേണ്ട ആ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുകയും ആവശ്യമില്ലാത്ത ഡാറ്റ മുഴുവൻ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുകയും നമ്മുടെ സ്റ്റോറേജ് വെറുതെ തീർത്ത് കളയുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുതായിട്ട് ഗൂഗിൾ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാവരും ഫോണിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ആ ഒരു ആപ്ലിക്കേഷനകത്ത് ആ ഒരു സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ജങ്ക് ഫയൽസ് ക്ലിയർ ചെയ്യാനായിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അൺയൂസ്ഡ് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ആ ഒരു ഗൂഗിൾ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്തുണ്ട്. അവിടെ പോയിട്ട് ജങ്ക് ഫയൽസ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് വരുന്ന കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അതിനകത്ത് സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു ജങ്ക് ഫയൽസ് കാര്യങ്ങൾ ആ ഒരു ഗൂഗിൾ ഫയൽസിൻ്റെ സഹായത്തോടെ കുറച്ച് ഡേറ്റ ആ സ്റ്റോറേജ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോൾഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജറിനകത്ത് ഒരുപാട് ഫോൾഡേഴ്സ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ആവശ്യമില്ലാത്ത ഫോൾഡേഴ്സ് എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ആ ഒരു ഫോൾഡറൊക്കെ ചെക്ക് ചെയ്യാതെ എന്തെങ്കിലും ഡാറ്റ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ല എന്നെങ്കിൽ അങ്ങനെയുള്ള ഫോൾഡറുകൾ മുഴുവൻ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെയുള്ള ഫോൾഡറുകളെല്ലാം ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈറ്റിൻ്റെ ഒക്കെ ക്യാഷുകളായിരിക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ടെമ്പററി ഫയൽസ് ഒരുപാടുണ്ട്. അതെല്ലാം ജസ്റ്റ് ആ ഫോൾഡറുകൾ മുഴുവൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ ക്ലൗഡ് സർവീസ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്തായിരുന്ന മെസ്സേജുകൾ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ ഫോണിൽ തന്നെയാണ് ആ ഒരു വാട്സപ്പ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ വാട്സപ്പിൽ മറ്റേ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫോണിലും ആ ഒരു ഡേറ്റകളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിന് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് വാട്സപ്പ് വലിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വാട്സപ്പിൻ്റെ ഫോൾഡറിലേക്ക് പോവുക. വാട്സപ്പിൻ്റെ ഫോൾഡറിനകത്ത് നമുക്ക് ആ ഒരു മീഡിയ എന്ന് പറഞ്ഞ ഫോൾഡർ ഒഴിച്ച് ബാക്കി ഡാറ്റാ ബേസസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാവുന്ന ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ മീഡിയയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ള ഇമേജസ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഓഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച്
ഒഴിച്ച് ബാക്കിയുള്ള ഫോൾഡേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. നമുക്ക് ആ വോയിസ് നോട്ട്സ് അങ്ങനെയുള്ള സ്റ്റാറ്റസുകളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം ആ ഒരു ഫോൾഡറുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ഫോൾഡറുകളൊന്നും വാട്സപ്പിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വാട്സപ്പിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഒരുപാട് ഡേറ്റ സ്റ്റോറേജ് കൺസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാനാണ് ഈ ഒരു ടിപ്പിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ടെലഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെലഗ്രാമിനകത്ത് ഓട്ടോ ഡൗൺലോഡ് ഫീച്ചർ എല്ലാവരും ഓഫ് ആക്കി കിട്ടണം. അതിനുവേണ്ടി സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ഡേറ്റ ആൻഡ് സ്റ്റോറേജ് അങ്ങോട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഓട്ടോ ഡൗൺലോഡ് ചെയ്യുന്ന ഫുൾ ഓപ്ഷൻസും ഓഫ് ആക്കി ഇടുക. അങ്ങനെ ഓഫ് ആക്കി ഇടുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസൊന്നും ഡൗൺലോഡ് ആവുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഫുള്ള് വെറുതെ ഡൗൺലോഡ് ആയി നമ്മുടെ ഫോണിലേക്ക് കിടക്കും. ആ ഒരു സംവിധാനം ക്ലൗഡിലുണ്ടെങ്കിൽ പോലും ഇതെല്ലാം വെറുതെ ഫോണിലേക്ക് ഡൗൺലോഡായി കിടക്കും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് അത് കാണിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിലുണ്ടെന്ന് അറിയുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൻ്റെ ഫോൾഡറിലേക്ക് കയറിയിട്ട് ടെലഗ്രാം ഇമേജസ്, അങ്ങനെയുള്ളൊരു ടെലഗ്രാം ഇമേജസ്, ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ തീംസ് ഒക്കെ പറഞ്ഞ ഫോൾഡറുണ്ട്. അതിലെല്ലാം ഫോൾഡറും തന്നെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. സിനിമകളെല്ലാം വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് ഡൗൺലോഡ് ആവുന്ന ടെലഗ്രാം വീഡിയോസിലായിരിക്കും. ബാക്കിയുള്ള ഫോൾഡറെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ ആ ഒരു ആവശ്യമില്ലാത്ത ഫോട്ടോകൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജിൽ ഡിലീറ്റ് ചെയ്ത് കളയാനായിരിക്കും, ഡിലീറ്റ് ചെയ്ത് കളയാനും കൂടുതൽ സ്റ്റോറേജ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു ടിപ്പിലൂടെ. പിന്നെയുള്ള ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ഒരുപാട് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ്. അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ക്യാഷ് ക്ലിയർ ചെയ്ത് കളയുക. അത് ഒരു മാസം കൂടുമ്പോഴോ ആഴ്ചകൾ കൂടുമ്പോഴൊക്കെ എല്ലാ ആപ്ലിക്കേഷനും ക്യാഷ് ക്ലിയർ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ടെമ്പററി ഫയൽസ് ആണ്. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ വെറുതെ സേവ് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ അതൊന്ന് പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ നമ്മുടെ ഫോണിലേക്ക് സ്റ്റോറേജ് എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആപ്ലിക്കേഷനും ക്ലിയർ ക്യാഷ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ ഫയൽസ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ക്യാഷ് ഉറപ്പായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ക്യാഷ് വെറുതെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയില്ല. യൂട്യൂബിൻ്റെയൊക്കെ ഹിസ്റ്ററി ഓൺ ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്യാഷ് കാണും. ആ ഒരു ക്ലിയർ ക്യാഷ് കൊടുത്തുമ്പോൾ നല്ല രീതിയിൽ സ്റ്റോറേജ് ഫ്രീ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെയുള്ള എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് പിന്നെയും ഒരുപാട് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൗഡ് സർവീസിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെ ആശ്രയിക്കുക. നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ക്ലൗഡായിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലൗഡായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഗൂഗിൾ ഡ്രൈവിന് 15 GB സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്ലൗഡ് സർവീസിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ക്ലൗഡ് സർവീസുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അല്ല ഞങ്ങൾ ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതിനകത്ത് ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ആ ഒരു ചാനലിലേക്ക് ഈ ഒരു ഫയൽസ് മൊത്തം അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംവിധാനങ്ങൾ മുഴുവൻ ആ ഒരു ടെലഗ്രാമിൽ എപ്പോഴും കാണാം. നമുക്ക് എപ്പോഴാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മുടെ ഫോണിൽ നിന്നും ആ ഒരു ഫോട്ടോസ്, വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഫയൽസ് മൊത്തം, അല്ലെങ്കിൽ ആവശ്യമില്ലെന്നല്ല, ആവശ്യമുള്ള ഫയൽസ് എല്ലാം നമ്മൾ ആ ടെലഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 100% ക്വാളിറ്റി കൊടുത്തുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇടയ്ക്കൊക്കെ ഫോൺ ലാഗായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റോറേജ് കൂടുതലായി കഴിയുമ്പോൾ ഫോൺ ലാഗാകും. അങ്ങനെ ലാഗായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോൺ ഇടയ്ക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെ ആ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ചുമ്മാ ടെമ്പററി ഫയൽസ്, ക്യാഷ് ഫയൽസ്, റാമിൽ കിടക്കുന്ന ഫയൽസൊക്കെ ഒന്ന് ക്ലിയർ ആയിപ്പോയി ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് റീബൂട്ടായി വരുന്നതായിരിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഫോണിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസേജ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം. അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആവശ്യങ്ങളനുസരിച്ച് നമുക്കിപ്പോൾ ഒരു 4 GB റാമെങ്കിലുമുള്ള ആൻഡ്രോയിഡ് ഫോൺസ് നമുക്ക് വേണം. ഇപ്പോൾ ഐഫോണൊക്കെ ആണെങ്കിൽ 3 GB റാമൊക്കെയാണ് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമില്ല, കാരണം അത്രയും കസ്റ്റമൈസ് ആയിട്ടുള്ള നല്ല UI ആ ഒരു ഐഫോണുണ്ട്. പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ പല ഫോണുകൾക്ക് അത്രയും നല്ല UIs ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ജങ്ക് ഫയൽസ്, ക്യാഷ് ഫയൽസൊക്കെ നമ്മുടെ ഫോണിലേക്ക് സേവ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 GB റാമെങ്കിലുമുള്ള ആൻഡ്രോയിഡ് ഫോൺസ് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് ഏറ്റവും മിനിമം 4 GB ആണ്. അതിൻ്റെ മുകളിലേക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത്രയും റാമുള്ള ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനും താഴേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫോൺ ലാഗാവാനും സ്റ്റോറേജ് ഇല്ല എന്ന് പറയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇന്റേണൽ സ്റ്റോറേജ് 32 GB കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ആവത്തില്ല. ഏറ്റവും മിനിമം ഒരു 64 GB സ്റ്റോറേജ് എങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് പോകത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അവിടെ തന്നെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ഫോൺ മേടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് ഫയൽസൊക്കെ നമ്മുടെ ഫോണിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ളൊരു 8-9 ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.